ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാൻ ശതകോടീശ്വരന്മാരുമായി സഞ്ചരിച്ച ടൈറ്റൻ ജലപേടകത്തിലെ യാത്ര ദുരന്തമായി അവസാനിച്ചതായി സ്ഥിരീകരണം. പേടകത്തിലുണ്ടായിരുന്ന 5 പേര് മരിച്ചതായി US കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്ന് ടൈറ്റനിന്റെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. കടലിനടിയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ ഉൾവലിഞ്ഞ് പൊട്ടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ബ്രിട്ടീഷ് കോടീശ്വരൻ ഹാമിഷ് ഹാർഡിംഗ്, ബ്രിട്ടീഷ് പാകിസ്ഥാനി ബിസിനസ്സുകാരൻ ഷെഹസാദ ദാവൂദ്, മകൻ സുലൈമാൻ എന്നിവരും ടൈറ്റൻ ജലപേടകത്തിന്റെ ഉടമകളായ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസിന്റെ CEO സ്റ്റോക്ടൺ റഷ്, മുങ്ങൽ വിദഗ്ധൻ പോൾ ഹെൻറി നാർജിയോലെ എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നവർ. ടൈറ്റന്റെ പിൻഭാഗത്തുള്ള കോണാകൃതിയിലുള്ള ഭാഗമാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങൾ കണ്ടെടുക്കാനാകുമോ എന്നത് പറയാൻ കഴിയില്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് റിയർ അഡ്മിറൽ അറിയിച്ചത്. കടൽ തീരത്ത് അവിശ്വസനീയമാം വിധം മോശം അന്തരീക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ റിമോട്ട് നിയന്ത്രിത പേടകമാണ് യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവ പരിശോധിച്ചതിൽ നിന്നാണ് പൊട്ടിത്തെറി നടന്നതായുള്ള അനുമാനത്തിലേക്ക് വിദഗ്ധർ എത്തിച്ചേർന്നത്. നൂറ്റാണ്ടിലേറെ കാലമായി കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി 5 സഞ്ചാരികളുമായി പോയ അന്തർവാഹിനിയാണ് വൻ ദുരന്തമായി മാറിയിരിക്കുന്നത്. കടലിലേക്ക് പോയി 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.